Hello friends, this is Sajil and welcome back to another episode of Sajil's Tech Center. അപ്പോൾ ലാസ്റ്റ് വീക്ക് ഞാൻ ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അത്യാവശ്യം ആളുകൾ കണ്ടിട്ടുണ്ട് ആ വീഡിയോ. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെ നമുക്ക് ഡാറ്റ എൻട്രി വർക്കുകൾ ചെയ്യാം, അതുമല്ലെങ്കിൽ ഏത് ടൈപ്പ് ഡാറ്റ എൻട്രി വർക്കുകളാണ് വരുന്നത് എന്നുള്ളതിനെയൊക്കെ കുറിച്ച് ഒരുപാട് പേര് എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു, മെസ്സേജൊക്കെ വിട്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇത് മറ്റൊന്നുമല്ല, ഡാറ്റ എൻട്രി പല പല ടൈപ്പ് ഉണ്ട്. എല്ലാം ഇപ്പോൾ അത്യാവശ്യം MS ഓഫീസ് അറിയാവുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് ടൈപ്പ് ഡാറ്റ എൻട്രി വർക്കുകളും ലൈക്ക് വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഒക്കെ അറിയാവുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാത്ത ആളുകൾക്ക് വരെ വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഡാറ്റ എൻട്രി യൂഷ്വലി വരുന്നത് ടൈപ്പിംഗ് ജോബ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ജോബ് വരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു വേർഡ് തന്നിട്ട് ഗൂഗിൾ അതിൽ റിസർച്ച് ചെയ്തിട്ട് അതിൻ്റെ കണ്ടന്റ് കോപ്പി ചെയ്ത് തരാനുള്ള തരുന്നുണ്ട്. പിന്നെ വരുന്നത് PDF ടു എക്സൽ, അതായത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത PDF ഫയൽ തന്നിട്ട് അത് എക്സലിലേക്ക് റീടൈപ്പ് ചെയ്യുക. ടൈപ്പിംഗ് സ്പീഡ് ഉള്ളവർക്കൊക്കെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ടൈപ്പിംഗ് സ്പീഡ് ഇല്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ മറ്റൊരു ട്രിക്ക് ഉണ്ട്. അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതാണ്. നമ്മുടെ വോയിസ് വെച്ചിട്ട്, അതായത് ക്ലയൻറ്റ് തരുന്ന ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് വായിച്ചിട്ട് അത് വോയിസ് ടു ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു ഓപ്ഷനും ഇപ്പോൾ അവൈലബിൾ ആണ്. അത് സിമ്പിളായിട്ട് ചെയ്യാം. അത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല, മറ്റൊരു വീഡിയോയിൽ നിങ്ങൾ പഠിപ്പിച്ചു തരുന്നതാണ്. എന്നിരുന്നാലും നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഏത് ടൈപ്പ് ഡാറ്റ എൻട്രി വർക്കുകളാണ് നമുക്ക് വരുന്നത്, അതിൻ്റെ ലൈവ് പ്രൂഫുകൾ അല്ലെങ്കിൽ ലൈവായിട്ട് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള ചില ക്ലയൻറ്റിൻ്റെ ഡാറ്റ നമ്മൾ വെച്ചിട്ട് അതെങ്ങനെ ചെയ്യും എന്നുള്ള ചെറിയൊരു ബേസിക് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് യൂഷ്വലി നമുക്കിപ്പോൾ ഫ്രീലാൻസിങ് സൈറ്റുകളിലൊക്കെ ലഭിക്കുന്ന ഡാറ്റ എൻട്രി ജോബുകളെ കുറിച്ചാണ്. ആദ്യം ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ട്രൂലാൻസറിൽ എങ്ങനെ ഒരു ഡാറ്റ എൻട്രി ജോബ് അല്ലെങ്കിൽ സർവീസ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനൊക്കെ കുറിച്ച്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ നമുക്ക് ഡാറ്റ എൻട്രി ജോബ് ചെയ്യാം എന്നുള്ളതിനെ, ഏത് ടൈപ്പ് ജോബായിരിക്കും വരുന്നത് എന്നുള്ളതിനൊക്കെ കുറിച്ച് ചില കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. പൊതുവെ ഡാറ്റ എൻട്രി ജോബുകൾ നമുക്കിപ്പോൾ ഫ്രീലാൻസിങ് വെബ്സൈറ്റുകൾ മുഖേന ലഭിക്കുന്നത് ഇതുപോലുള്ള സർവീസുകളൊക്കെ ആയിരിക്കും. എക്സൽ വർക്ക്സ്, അതായത് ഇപ്പോൾ PDF-ൽ അവർ എന്തെങ്കിലും ഒരു മാറ്റർ തരും അല്ലെങ്കിൽ ഒരു ഡാറ്റ തരും. അത് നമ്മൾ എക്സലിലേക്ക് സെഗ്രിഗേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓരോ കോളം വൈസ് ആയിട്ട് ഫില്ല് ചെയ്യുകയോ ചെയ്യുന്ന ജോബായിരിക്കും സാധാരണ രീതിയിൽ വരുന്നത്. പിന്നുള്ളത് ടൈപ്പിംഗ് ജോബ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത PDF ഫയൽ, ചിലപ്പോൾ അത് സ്റ്റോറി ആയിരിക്കും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്പനി ഡാറ്റയൊക്കെ ആയിരിക്കും. ഇത് നമ്മൾ ജസ്റ്റ് ഒരു വേർഡ് ഫയലിലോ മറ്റോ റീടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ഒരു സെക്ഷനിൽ PDF ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ജോബായിരിക്കും. പിന്നീട് വരുന്നത് ചില PDF ഫയൽസ് നമുക്ക് തരും. അതിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കാൻ പറ്റുന്ന ടെക്സ്റ്റുകൾ മറ്റുള്ള വേർഡ് ഫയലിലേക്കോ എക്സലിലേക്കോ മാറ്റുന്ന, അത് കോപ്പി പേസ്റ്റ് ജോബ് പോലെ തന്നെ ചില ജോബുകളുണ്ടാവും. പിന്നെ വരുന്നത് റിസർച്ച് ബേസ്ഡ് ജോബാണ്. എന്തെങ്കിലും ഇപ്പോൾ ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റീജിയൻ ബേസ് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുക. അതൊരു എക്സൽ ഫയലിലോ അല്ലെങ്കിൽ വേർഡ് ഫയലിലോ ആക്കിയിട്ട് കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യുക. അങ്ങനത്തെ റിസർച്ച് ജോബും നമുക്ക് ലഭ്യമാണ്. ബാക്കിയെല്ലാം സെയിം PDF ടു എക്സൽ, PDF ടു വേർഡ്, ഇങ്ങനെയുള്ള ജോബുകളായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ 2-3 ജോബുകൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനൊക്കെ കുറിച്ച്. ഇപ്പോൾ ക്ലയൻറ്റ് ആവശ്യപ്പെടുന്നത് ഏകദേശം ഇതുപോലെ ഒരു ഡീറ്റെയിൽ ആയിരിക്കും. അതായത് ഒരു റെസ്റ്റോറൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണെങ്കിൽ റെസ്റ്റോറൻറ്റ് പേര്, അതുപോലെ തന്നെ അവർക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. പിന്നെ ഫോൺ നമ്പർ, അവരുടെ ഇമെയിൽ അഡ്രസ്സ്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാൻ പറയും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ന്യൂയോർക്കിലുള്ള റെസ്റ്റോറൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് റിസർച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഗൂഗിളിൽ റെസ്റ്റോറൻറ്റ്സ് ഇൻ ന്യൂയോർക്കെന്നോ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ആയിരക്കണക്കിന് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ പിക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇത് ഫസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് നെയിമാണ്. ഇത് ജസ്റ്റ് ഇതുപോലെ കോപ്പി ചെയ്തെടുക്കുക. സെക്കൻഡ് കോളത്തിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ വെബ്സൈറ്റ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇതൊക്കെ അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള വെബ്സൈറ്റുകളൊക്കെ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവരുടെ വെബ്സൈറ്റ് റിസർവേഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടേബിൾസ് കോപ്പി ചെയ്യുക. അതുപോലെ തന്നെ വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ
ഡോട്ട് വേണമെങ്കിൽ കൊടുക്കാം. അതുമല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഈ വെബ്സൈറ്റ് അഡ്രസ്സ്. എന്നിട്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇവരുടെ പ്രൊഫൈൽ ഏറ്റവും മുകളിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കാം. ആ ഒരു പ്രൊഫൈൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു സെക്ഷൻ വന്നിട്ട് ഇവരുടെ അഡ്രസ്സാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കാണാം അഡ്രസ്സ്. ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കുക, അഡ്രസ് സെക്ഷനിൽ ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക. ചില ഇൻഫർമേഷൻസ് ചിലതിൽ അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. ഇവിടെ ഫോൺ നമ്പർ ഉണ്ട്, ജസ്റ്റ് കോപ്പി ചെയ്യുക. +1 212. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ ഒന്ന് പേസ്റ്റ് ചെയ്യുക. പിന്നീട് വന്നിട്ട് ഇമെയിൽ അഡ്രസ്സാണ്. ചില വെബ്സൈറ്റ്സിലൊന്നും അല്ലെങ്കിൽ ചില കമ്പനികളൊന്നും ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവില്ല. എന്നിരുന്നാലും ഇവിടെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് അഡ്രസ്സിൽ പോയിട്ട് കോൺടാക്റ്റ് അഡ്രസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇമെയിൽ അഡ്രസ്സ് അവൈലബിൾ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺടാക്റ്റ് അസ് പേജിൽ ഉണ്ടാകും ഇമെയിൽ അഡ്രസ്സ്. അതില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാത്തിനും ഒന്നും ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം അവരുടെ കംപ്ലീറ്റ് മെനു മറ്റു കാര്യങ്ങളും. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്കത് ലീവ് ചെയ്യാം. ഓക്കെ, സാധാരണ ഒരു വെബ്സൈറ്റിൽ അവരുടെ കോൺടാക്റ്റ് അസ് പേജിൽ ചില വെബ്സൈറ്റുകൾ കൊടുത്തിട്ടുണ്ടാവും ഇമെയിൽ അഡ്രസ്സ്. അങ്ങനെയുള്ള ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ കോപ്പി ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഒരു ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒന്ന് കളക്ട് ചെയ്യാം. ഹാൻഡ് ഡൈനാസ്റ്റി ജസ്റ്റ് കോപ്പി ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കോപ്പി പേസ്റ്റ് ജോബ് തന്നെയാണ്. സാധാരണ നമ്മൾ പറയുന്നത് പോലെ തന്നെ മിക്ക ഡാറ്റ എൻട്രി ജോബും കോപ്പി പേസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് തന്നെയായിരിക്കും. ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം പ്ലേസസ് സിംഗിൾ പ്ലാറ്റ്ഫോം. ഓക്കെ, കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇതുപോലെ ഡയറക്റ്റ് ലിങ്കായിട്ട് ഇപ്പോൾ ക്ലയൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോവുക, ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് പോവുക. എന്നിട്ട് വെബ്സൈറ്റ് അഡ്രസ്സ് മുകളിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കുക. വെബ്സൈറ്റ് അഡ്രസ്സായിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലത്, അല്ലെങ്കിൽ ആ ലിങ്ക് അവിടെ വരില്ല. ഇപ്പോൾ ക്ലയൻറ്റിന് പെട്ടെന്ന് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ആ വെബ്സൈറ്റിലേക്ക് ഡീവിയേറ്റ് ആയി പോകാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ലിങ്കായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കുക. ഇനി നെക്സ്റ്റ് അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് സാധാരണ നമുക്ക് വരുന്ന ഫ്രീലാൻസിൽ വരുന്ന ജോബുകൾ, ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ വരുന്നത്. ഇങ്ങനെയാണ് ഫസ്റ്റ് ഒരു ജോബ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് കോപ്പി പേസ്റ്റ് ജോബായിട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഇനി മറ്റ് ഓപ്ഷൻസ്, ഡാറ്റ എൻട്രി ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇനി വരുന്നത് PDF to വേർഡോ അല്ലെങ്കിൽ PDF to എക്സൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളായിരിക്കും. ഇതുപോലുള്ള PDF തരും. ഇപ്പോൾ ഈ ഞാൻ കാണിക്കുന്ന PDF-ൽ ഡയറക്റ്റ് നമുക്ക് കോപ്പി ചെയ്ത്, ചില PDF തരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഈ PDF എല്ലാം നമുക്കിതുപോലെ കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് വേർഡ് ഫയലിലേക്ക് ആക്കി കൊടുക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതുപോലെ കോപ്പി പേസ്റ്റ് ജോബ് അവൈലബിൾ ആണ്. പക്ഷേ ചില PDF നമുക്ക് കോപ്പി ചെയ്ത് എടുക്കാൻ പറ്റാത്ത PDFകളുണ്ട്. അത് ഇമേജ് ഫയലായിട്ടായിരിക്കും അവർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് നമുക്കിപ്പോൾ കോപ്പി ചെയ്യാനൊന്നും പറ്റില്ല, ഇമേജാണത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം ഇമേജാണ്, നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ അല്ല. ഇങ്ങനെയുള്ള ഫയലുകൾ തരുമ്പോൾ നമ്മൾ റീടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇത്. ഓക്കെ, റീടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ സാധാരണ നമ്മളിപ്പോൾ വേർഡ് ഫയൽ ടൈപ്പിംഗ് സ്പീഡുള്ള ആളുകൾ തീർച്ചയായിട്ടും അതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നോക്കിയിട്ട് ഒരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യുക, ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവർ തരുന്ന ചില PDFകൾ ഇതുപോലെ ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. അതായത് ഇമേജ് ആയിട്ടായിരിക്കില്ല, മറിച്ച് ഇതുപോലെ ടെക്സ്റ്റ് ആയിട്ടായിരിക്കും. ഇപ്പോൾ ഇതെല്ലാം ഇമേജാണ്, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, റീടൈപ്പ് തന്നെ ചെയ്ത് കൊടുക്കണം. മറിച്ച് ടെക്സ്റ്റ് ആയിട്ട് ഇതുപോലുള്ള ചില പേജുകൾ വരുമ്പോൾ നമുക്ക് ഇതുപോലെ കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും. ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കുക, ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കോപ്പി പേസ്റ്റ് ജോബ് പോലെ ഇതും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 2 ടൈപ്പ് ഡാറ്റ എൻട്രി ജോബ്സ് നമ്മളിപ്പോൾ ലൈവായിട്ട് കാണിച്ചു തന്നു എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ കുറിച്ച്. അതായത് ഈ PDF ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റ എൻട്രി ജോബ്സ് ആയിരിക്കും കൂടുതൽ നമുക്ക് ലഭിക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലും PDF തന്നിട്ട് ഈ ഡാറ്റ നമ്മൾ വേർഡിലേക്ക് ടൈപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ മിനിമൈസ് ചെയ്തിടുക, എന്നിട്ട് വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യുക, ഇതുപോലെ റീടൈപ്പ് ചെയ്യുക, ടൈപ്പ് ചെയ്തെടുക്കുക. ഇനി ഇത് സിമ്പിളായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് നമ്മൾ വോയിസ് ഓവർ നമ്മളിങ്ങനെ വായിച്ചുകൊണ്ട്, അതായത് ഇവർ തരുന്ന ഈ ഡാറ്റ നമുക്കൊരു മൈക്ക് ഉപയോഗിച്ച് വായിച്ചുകൊണ്ട് അത് എങ്ങനെ വേർഡിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതായത് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്.
ഇതിൽ വേർഡ് ഫയലിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു മൈക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ഇയർഫോൺ മൈക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യാൻ സാധിക്കും. വോയിസ് ഓവർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അവർ തരുന്ന ഡാറ്റ വായിച്ചിട്ട് അത് വേർഡിലേക്ക് ടൈപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ, ഓട്ടോമാറ്റിക് ടൈപ്പായിട്ട് വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഡാറ്റ എൻട്രി ജോബ്സ് വരുന്നത്. ഇനി മറ്റൊരു ഓപ്ഷൻ വരുന്നത്, സാധാരണ ഇവരിപ്പോൾ എന്തെങ്കിലും ഒരു ഫയൽ, ഇതുപോലെ എന്തെങ്കിലും ഒരു ഫയൽ തരും, എന്നിട്ട് അത് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറയും. ഓരോ കോളം വൈസോ അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊന്ന് കളർ ചെയ്യാൻ, ഈ ഒരു സെക്ഷൻ കളർ ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. അത് എക്സൽ കുറച്ച് അറിയാവുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോബാണ്. എക്സൽ ചെറിയ ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഫിൽട്ടർ ഓപ്ഷനൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട ചില ജോബുകളുണ്ട്. എക്സൽ അറിയാവുന്നവർക്ക് വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ ഫോർമുലാസ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്ന കോളംസ് എല്ലാം ഏത് കളറാണ് ആ കോളത്തിന് വേണ്ടതെന്ന് വെച്ചാൽ ആ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെഗ്രിഗേഷൻ ജോബുകൾ, ചെറിയ ജോബുകളായിരിക്കും, അങ്ങനെയുള്ള ജോബുകളും വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ കിട്ടിയാൽ ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് ഒരുപാട് ഡാറ്റ എൻട്രി കമ്പനികളിൽ പുതിയ വേക്കൻസികളുണ്ട് അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻസ് അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോൾസും മറ്റു കാര്യങ്ങൾ മെയിൽസൊക്കെ നിങ്ങൾക്ക് വരാറുണ്ടാവും. മിക്കതും ഫേക്കാണ്. പേയ്മെൻറ്റ് കൊടുത്തിട്ട് ചെയ്യുന്ന മിക്ക ജോബുകളും ഫേക്ക് ആവാൻ സാധ്യത. അവർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു 1000 പേജോ അല്ലെങ്കിൽ 500 പേജൊക്കെ ഒരാഴ്ചക്കുള്ളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയും. അതിൽ പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട് എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് ഇനിഷ്യൽ എമൗണ്ട് അവർ മേടിച്ചിട്ടുണ്ടാവും, ഒരു 2000-2500 രൂപയ്ക്ക്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫേക്ക് അഗ്രിമെൻറ്റിൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും, അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അവരതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും ഇതിൽ 10% അല്ലെങ്കിൽ 5% മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടില്ല, മറ്റുമല്ല നിങ്ങൾ കൊടുത്ത ഡെപ്പോസിറ്റ് പോകും. അതുകൂടാതെ ചിലപ്പോൾ നിങ്ങൾ അഡീഷണൽ എമൗണ്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും എഗ്രിമെൻറ്റ് പറയുന്നത്. അതെല്ലാം കംപ്ലീറ്റ്ലി ഫേക്ക് ആയിരിക്കും. നിങ്ങൾ എത്ര നല്ല രീതിയിൽ ടൈപ്പ് ചെയ്ത് 100% കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരതിൽ മിസ്റ്റേക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്യുകയും അവർ ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫയൽ അല്ലെങ്കിൽ ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് അവർ ചിലപ്പോൾ റീസെല് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ റിയൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് അവർ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ കളക്ട് ചെയ്ത ആ ഡെപ്പോസിറ്റ് ഒന്നും നിങ്ങൾക്ക് തിരിച്ചു തരില്ല. അതുപോലെ തന്നെ നിങ്ങൾ അത്രയും ദിവസം കഷ്ടപ്പെട്ട ആ ഒരു പൈസ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അതുപോലുള്ള ഒരുപാട് ഫേക്ക് കമ്പനികളുണ്ട്. അതുകൊണ്ട് അതുപോലുള്ള വർക്കുകൾ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഫൈവർ, ട്രൂലാൻസർ പോലുള്ള വെബ്സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്ത് സർവീസുകൾ ക്രിയേറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഫേസ്ബുക്കിലൊക്കെ പ്രൊമോട്ട് ചെയ്യുക നിങ്ങളുടെ സർവീസുകൾ. കൂടുതൽ വർക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഫേക്ക് ഡാറ്റ എൻട്രി വെബ്സൈറ്റിലൊന്നും ചെന്ന് പെടാതെ തീർച്ചയായിട്ടും ഡാറ്റ എൻട്രി ജോബുകൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഡാറ്റ എൻട്രി ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കോഴ്സുകളാണ് പഠിക്കുന്നത്. അധികം കോഴ്സൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ ബേസിക്കായിട്ട് MS ഓഫീസൊക്കെ പഠിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഒട്ടും അറിയാത്ത ആളുകൾ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ ഒരെണ്ണം സംഘടിപ്പിച്ചിട്ട് ഒരു ചെറിയൊരു കോഴ്സ് ചെയ്യുക. ബേസിക് MS ഓഫീസ്, വേർഡും എക്സലും പവർ പോയിൻറ്റും പഠിക്കുന്ന കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡാറ്റ എൻട്രി ജോബ്സൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എക്സൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡാറ്റ എൻട്രി ജോബ്സുകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ചെറിയ ചെറിയ ഫോർമുലാസ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കെല്ലാം എക്സൽ ബേസ് ചെയ്തിട്ടുള്ള വർക്കെല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സമയമെടുത്ത് ടൈപ്പൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ചില കമ്പനീസ് ഇപ്പോൾ അവരുടെ സാലറി ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ലാർജ് ഡാറ്റ നിങ്ങൾക്ക് തരും. അത് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ ഉള്ള ചില ഓപ്ഷൻസ്. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന ഫോർമുലാസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് ഇപ്പുറത്തൊരു കോളത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു കോളം സെലക്ട് ചെയ്തിട്ട് ഈക്വൽ ടു അടിക്കുക. ഈക്വൽ ടു അടിച്ചിട്ട് ഫസ്റ്റ് കോളം, ദെൻ ഒരു പ്ലസ് സിമ്പിൾ കൊടുക്കുക. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള എക്സൽ അറിയാവുന്ന ആളുകൾക്ക് വരെയും ഈ ഫോർമുലാസ് എല്ലാം അറിയാം. പ്ലസ് ഈ കോളം, ദെൻ എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഇവിടെ വരും. അപ്പോൾ ഇതുപോലെ ആയിരക്കണക്കിന് നമ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ടാവും. ഇതുപോലെ ആയിരക്കണക്കിന് സാലറി ഡീറ്റെയിൽസോ അല്ലെങ്കിൽ കമ്പനി ഡീറ്റെയിൽസോ മറ്റോ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ എമൗണ്ടോ മറ്റു കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് ഒരു കോളത്തിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ തന്നിട്ടുണ്ടാവും. അതെല്ലാം നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഇപ്പുറത്തെ കോളത്തിൽ വരുത്തുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പെർസെൻറ്റേജ് കാണണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പുറത്തെ കോളത്തിൽ വരുത്തുക. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ തരും. അപ്പോൾ എക്സൽ തീർച്ചയായിട്ടും പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ കാണിച്ചിരുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒട്ടും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത് എക്സലിനെ കുറിച്ച്. അപ്പോൾ ഇതുപോലുള്ള ഇപ്പോൾ നമ്മൾ ഇതിൽ ഓൾറെഡി ഒരു ഫോർമുല ആഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാം ഈക്വൽ ടു A+A6, അതായത് ഈ A6 എന്ന് പറയുന്ന കോളം പ്ലസ് B6 എന്ന് പറയുന്ന ഈ ഒരു കോളത്തിൻ്റെ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കോളത്തിൽ ജസ്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്ത് താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ
ഈ കൊടുത്തിരിക്കുന്ന എല്ലാ നമ്പേഴ്സിൻ്റെയും അഡീഷണൽ നമുക്കിവിടെ കിട്ടും. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം 2001 പ്ലസ് 101 ഓക്കെ 2102. അപ്പോൾ ഇത് ഞാൻ ഒരു ബേസിക്കായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം കാണിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ചില ക്ലയൻസ് നമുക്ക് തരും. ചിലപ്പോൾ ഒരുപാട് കോളംസ് ഉണ്ടാവും, അതിൽ 2 കോളംസ് ആഡ് ചെയ്തിട്ട് ഇപ്പുറത്തെ കോളത്തിൽ അതിൻ്റെ ആൻസർ വരിക, അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് അതിൻ്റെ നെക്സ്റ്റ് കോളത്തിൽ വരിക എന്നുള്ളതിനൊക്കെ കുറിച്ച് ഇപ്പോൾ മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഈ ഒരു കോളത്തിൽ ഈ നമ്പർ ഡിവൈഡ് ബൈ ഈ നമ്പർ അതിൻ്റെ ആൻസർ ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇസ് ഈക്വൽ ടു അടിക്കുക, ഈ ഒരു കോളം സെലക്ട് ചെയ്യുക, ദെൻ ഡിവിഷൻ ഓക്കെ ഡിവിഷൻ സിമ്പിൾ ഇടുക, ദെൻ ഈ ഒരു കോളം സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിവൈഡ് ചെയ്തുള്ള ആൻസേഴ്സ് നമുക്ക് ഇവിടെ കിട്ടും. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെയുള്ളതിൻ്റെ കംപ്ലീറ്റ് ആൻസേഴ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കിട്ടും. അപ്പോൾ ചില ആളുകൾ എക്സൽ ഒട്ടും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർ സാധാരണ ചെയ്യുന്നത് കാൽക്കുലേറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് 1 by 1 ആയിട്ട് ഇതുപോലെ ഓരോന്ന് കണ്ടുപിടിച്ച്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എക്സൽ അറിയാവുന്ന ആളുകൾക്ക് എക്സൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ചെയ്യാൻ വളരെ നിമിഷങ്ങൾ മാത്രം മതി. ചിലപ്പോൾ 10 മിനിറ്റോ 15 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ജോബുകൾ അവർക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. എക്സലിൽ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ കാണിച്ചത്. ഒരുപാട് ഫോർമുലാസ് ഉണ്ട് ഇതിൽ. ആ ഫോർമുലാസ് എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഡാറ്റ എൻട്രി ജോബ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം, പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ എക്സലിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പല പല ഫോർമുലാസ് വെച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്യാം. അതിനെക്കുറിച്ച് പഠിക്കണം താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എക്സൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോർമുലാസ് യൂസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകൾ ഞാൻ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് തരുന്നതാണ്. ഇത് എത്ര പഠിച്ചു വെച്ചാലും വളരെ നല്ലതാണ്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും, ഞാനിപ്പോൾ ഒരുപാട് കമ്പനീസിലൊക്കെ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് എക്സലാണ്. എക്സലിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഓഫീസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഫോർമുലാസ് യൂസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ എടുത്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വർക്കുകളായിരിക്കും കൂടുതൽ ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് ഒരു ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എക്സൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതാണ്. ഓക്കെ, എക്സൽ, വേർഡ്, പവർ പോയിൻറ്റ് എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയാൽ തന്നെ പഠിക്കാം. അങ്ങനെ പഠിക്കാൻ പറ്റില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിച്ചെടുക്കുക. ഇപ്പോഴല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഏതെങ്കിലും കമ്പനി പോയാൽ തന്നെ എക്സൽ എല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ആകും. തീർച്ചയായിട്ടുള്ള കാര്യമാണത്. ഓക്കെ, എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നുള്ള ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും അതിന് വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.